സുഖല്ലേ? അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ DSLRലേക്ക് കടക്കുകയാണ്. DSLRന്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സിംഗിൾ ലെൻസ് റിഫ്ലെക്സ്. അപ്പോൾ ഒരു DSLRന്റെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർച്ചർ, ഷട്ടർ, മിറർ, സെൻസർ, ഒപ്റ്റിക്കൽ പെന്റാപ്രിസം ആൻഡ് വ്യൂ ഫൈൻഡർ. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, നമുക്ക് ഓരോ ദിവസം ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യം അപ്പർച്ചർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അപ്പർച്ചർ എന്ന് പറയുന്നത് ലെൻസിനകത്തുള്ള ഒരു മെക്കാനിസം ആണ്. കുറച്ച് സ്പൈറൽ ഷേപ്ഡ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ് ബ്ലേഡ്സിന്റെ അറേഞ്ച്മെന്റിനെയാണ് അപ്പർച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലേഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അതിനെ നടുക്കായിട്ടൊരു ഹോൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഹോളാണ് തീരുമാനിക്കുന്നത് എന്തോരം ലൈറ്റ് ക്യാമറയിലേക്ക് കിടക്കണം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമ്മുടെ ബൊക്കെ എഫക്റ്റ്, ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നാണ് അതിനെ പറയാം. അത് എന്തോരം വേണമെന്ന് ഈ അപ്പർച്ചർ ആണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ അപ്പർച്ചറിന് വേറെ കുറച്ച് പേരുണ്ട്, അതായത് എഫ് സ്റ്റോപ്പ് അല്ലെങ്കിൽ എഫ് നമ്പർ. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പർച്ചറിനെ നമ്പർ വെച്ച് സൂചിപ്പിക്കാനാണ്. ഇപ്പൊ എഫ് നമ്പർ ചെറുതാണെങ്കിൽ, അതായത് 1.8 അല്ലെങ്കിൽ 2 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പർച്ചറിന്റെ സൈസ് വലുതായിരിക്കും. മനസ്സിലല്ലേ? ആ ഹോളിന്റെ സൈസ് വലുതായിരിക്കും. അപ്പൊ അതിലേക്ക് കിടക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിയും കൂടും, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കൂടും. ഇപ്പൊ എഫ് നമ്പർ വലുതാണെങ്കിൽ, അതായത് 8, 10, 16 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അപ്പർച്ചറിന്റെ സൈസ് ചെറുതാകും. അപ്പൊ അതിലേക്ക് കിടക്കുന്ന ലൈറ്റിന്റെ അളവും കുറയും, ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കുറയും. ഇനിയിപ്പോ F16 എബവ് ആണ്, അതായത് 16, 20, 24, 32 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫ്രാക്ഷൻ സോഫ്റ്റ്നെസ് എന്ന് പറഞ്ഞ സംഭവം നടക്കും. അതായത് ഈ അത്രയും വലുതാണെങ്കിൽ ഹോള് ചെറുതാവുമല്ലോ, അപ്പൊ ഈ ലൈറ്റ് കിടക്കുന്നത് ഭയങ്കര കുറയും. അപ്പൊ ഇമേജിന്റെ ഡീറ്റെയിൽസും പോവും. മനസ്സിലായില്ലേ? അപ്പൊ അപ്പർച്ചർ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.